കാനഡയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തിയ തൻവി സുധീർ ഘോഷ് അമ്മയ്ക്കൊപ്പം തറവാട്ടിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി താമസം. മക്കൾ നോക്കാതെയായതോടെയാണ് തൻവി അമ്മൂമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഭർത്താവും 2 പറക്കംപറ്റാത്ത കുഞ്ഞുങ്ങളും തൻവിക്കൊപ്പമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി തൻ്റെ ഇളയ കുഞ്ഞ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണെന്നും അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്നും പുതിയ വ്ലോഗിൽ നിറകണ്ണുകളോടെ തൻവി പറഞ്ഞു. കുറേ നാളുകളായി ഞാൻ വ്ലോഗൊന്നും ഇടുന്നില്ലെന്നായിരുന്നു. ഇതിന് ഒരു കാരണമുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയോ എൻ്റെ കുഞ്ഞിനെ കടിക്കുന്നുണ്ട്. കുഞ്ഞിന് ഇൻഫെക്ഷൻസ് വരുന്നു. മാറി മാറി ഒരുപാട് ഡോക്ടർമാരെ കുഞ്ഞിനെ കാണിച്ചു വരികയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ അനുഭവിക്കുകയാണ്. കുഞ്ഞിന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. പലവിധ കാര്യങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തും വരെ ഈ വീട് വിട്ട് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ അവസ്ഥ മെച്ചപ്പെടുമോ എന്നും അറിയാൻ കഴിയുമല്ലോ. ആദ്യം കരുതി മോൻ സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന പനി വല്ലതും കുഞ്ഞിനെ പിടിച്ചതാവുമെന്ന്. പിന്നീട് മനസ്സിലായി അത് അല്ലെന്ന്. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരുപാട് കുരുക്കളും അലർജിയും വന്നിട്ടുണ്ട്. കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ വീട്ടിൽ ഇതേ അവസ്ഥയിൽ തുടർന്നാൽ കുഞ്ഞിന് ഡെങ്കു വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. വീട് വിട്ടു മാറി നിന്ന് ഡീപ്പ് ക്ലീനിങ് എങ്ങാനോ ചെയ്യേണ്ടി വരും. ഞങ്ങൾ വാടകയ്ക്ക് മാറിയാലോ എന്നുള്ള ആലോചനയിലാണ്. വീട് നോക്കാൻ മുഴുവൻ സമയവും നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ വാടക വീട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. ഞാൻ ചോദിച്ചു നോക്കി. ഈ വീട് വിട്ട് എവിടെയും പോകില്ല. ഞാനും നിന്റെ അപ്പൂപ്പനും നിന്ന വീടാണ്. ഇവിടം വിട്ട് എവിടേക്കും ഞാൻ വരില്ലെന്നുള്ള രീതിയിലാണ് അവർ. അപ്പോൾ അമ്മൂമ്മയ്ക്കൊപ്പം നിൽക്കാൻ ഒരാൾ വേണം. ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റില്ല. ഈ വീടിന് അടുത്ത് തന്നെ നമുക്കൊരു വാടക വീട് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ ഇനി ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അമ്മൂമ്മയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും. എനിക്ക് മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കോ ഭർത്താവിനോ മൂത്ത മകനോ പ്രശ്നങ്ങളില്ല. കുഞ്ഞിനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. കുഞ്ഞിനെ ആശുപത്രിയിൽ കയറ്റിയിറക്കി എനിക്ക് എന്തോ പോലെയായി. ഇങ്ങനെ പോയാൽ കുഞ്ഞിന് വല്ല അസുഖവും വരും. ഞാൻ അത്രത്തോളം കെയർ ചെയ്ത് നോക്കുന്ന കുഞ്ഞാണ്. പിന്നെ ചിലർ പറയുമായിരിക്കും അമ്മൂമ്മയെ കളഞ്ഞിട്ട് പോയതാണെന്ന്. എനിക്ക് മോളാണ് ഇപ്പോൾ പ്രധാനം. മറ്റൊന്നും എനിക്ക് കുഴപ്പമില്ല. കുഞ്ഞ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. 3.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് എന്നാണ് തൻവി പറഞ്ഞത്. തൻവി അമ്മൂമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തതോടെയാണ് സിന്ധു കൃഷ്ണ അമ്മയെ നോക്കുന്നില്ലെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ പേരിലും ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. അടുത്തിടെയാണ് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് ആഘോഷമായി തൻവി നടത്തിയത്. സ്വന്തം അമ്മയും തൻവിയുമായി അടുപ്പത്തിലല്ല. ഭർത്താവിൻ്റെ കുടുംബം മാത്രമാണ് തൻവിക്ക് സഹായമായുള്ളത്.